വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അന്റെ മിസ് ആണ്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് ഫിസിക്സ് പഠിക്കാം അല്ലെ. അപ്പൊ മക്കളെ, ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ സൗണ്ട് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിലെ എല്ലാ കോൺസെപ്റ്റുകളും ഫുൾ കോൺസെപ്റ്റുകൾ നമ്മൾ ഇതാ ഒരു 30 മിനിറ്റിന്റെ ഉള്ളിൽ, ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മൾ സെറ്റാക്കാൻ വേണ്ടി പോവാണ്. സത്യം പറഞ്ഞാൽ അരമണിക്കൂറൊന്നും വേണ്ടി വരില്ല. നമ്മൾ അതിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഇന്നത്തെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കും. അപ്പൊ എനിവേ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ മിസ്സിന്റെ കൂടെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കോൺസെപ്റ്റുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് അറിയേണ്ടത് മക്കളെ എന്താണ് സൗണ്ട്. സൗണ്ട് എന്ന് പറയുന്നത് എന്താ മക്കളെ? ഒരു ഫോം ഓഫ് എനർജി ആണ് വിച്ച് പ്രൊഡ്യൂസ് ദ സെൻസേഷൻ ഓഫ് ഹിയറിംഗ് ഇൻ അവർ ഇയർ. ആ 2 പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കുക. സൗണ്ട് എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് എനർജി ആണെന്നും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെൻസ് ഓഫ് ഹിയറിംഗ് എന്നതാണെന്നും എന്ന് ചെയ്യുക നിങ്ങൾ ഓർത്തിരിക്കുക. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കണം, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡ്യൂ ടു ദ വൈബ്രേഷൻ മൂലമാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത്, സൗണ്ടിനെ പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മീഡിയം ആവശ്യമാണ്. അത് ഏത് മീഡിയം ആയിരിക്കും? മേ ബി സോളിഡ് ആയിരിക്കും, അല്ലെങ്കിൽ ലിക്വിഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്യാസ് ആയിരിക്കും. കാരണം നമുക്കറിയാം, ഒരു സോഴ്സിൽ നിന്നും സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് ആ സൗണ്ട് ഒരു ലിസണറിലേക്ക് എത്തണമെങ്കിൽ ആ സൗണ്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിലൂടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാറ്ററിലൂടെ അത് ട്രാവൽ ചെയ്യണം. ഓക്കെ, ആ ഒരു സബ്സ്റ്റൻസിനെ അല്ലെങ്കിൽ ആ ഒരു മാറ്ററിനെയാണ് നമ്മൾ ആ ഒരു സൗണ്ടിന്റെ മീഡിയം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ചിലപ്പോൾ അത് എന്തായിരിക്കും? സോളിഡ് ആയിരിക്കും, ചിലപ്പോൾ ലിക്വിഡ് ആയിരിക്കും, ചിലപ്പം ഗ്യാസ് ആയിരിക്കും. പക്ഷെ മീഡിയം ഇല്ലാതെ സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ വാക്വം ആയിട്ടുള്ള അല്ലെങ്കിൽ എംപ്റ്റി സ്പേസിലൂടെ സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന് മക്കൾ ഓർത്തിരിക്കാം. അതുകൊണ്ടാണ് നമ്മൾ സ്പേസിലൊക്കെ പോകുന്ന സമയത്ത് നമുക്കത് ഡയറക്റ്റ് ആയിട്ട് നമുക്കൊരു ഇന്ററാക്ഷൻ കിട്ടത്തില്ല. കാരണം നമ്മൾ പറയുന്നതൊന്നും ഈവൻ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് പോലും കേൾക്കാൻ പറ്റില്ല. ബിക്കോസ് സൗണ്ട് cannot be travel through the vacuum. ഇനിയുള്ളതെന്ന് പറയുന്നത് സോളിഡ്സിലൂടെയും ലിക്വിഡ്സിലൂടെയും ഗ്യാസസിലൂടെയും സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അതിൽ തന്നെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് സൗണ്ട് ട്രാവൽ ചെയ്യുന്നത് സോളിഡ്സിലൂടെയാണ്, പിന്നെ ലിക്വിഡ്, പിന്നെ ഗ്യാസ്. ഈ ഒരു സൗണ്ടിന്റെ സ്പീഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ എഫക്ട് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതും കൂടി മക്കൾ ഇവിടെ നോട്ട് ചെയ്യാം കേട്ടോ. കാരണം ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് സൗണ്ടിന്റെ സ്പീഡ് കൂടും. അതുകൊണ്ടാണ് ഒരു കോൾഡ് ആയിട്ടുള്ള ഒരു ഡേയും ഹോട്ട് ആയിട്ടുള്ള ഒരു ഡേയും നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ ഹോട്ട് ആയിട്ടുള്ള ഡേയിലായിരിക്കും സൗണ്ടിന് കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, എങ്ങനെയാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സൗണ്ട് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നോട്ട് ചെയ്യേണ്ടത്. സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിമ്പിൾ ആയിട്ട് വൈബ്രേഷനിലൂടെയാണ് എന്ന് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. സൗണ്ട് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വൈബ്രേറ്റിംഗ് ട്യൂണിംഗ് ഫോർക്ക് ആണ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ് അല്ലെ. ഒരു ട്യൂണിംഗ് ഫോർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് വൈബ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സൗണ്ട് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ നോർമലി നമ്മളൊരു ട്യൂണിംഗ് ഫോർക്ക് ചെവി വെക്കുമ്പോഴും അതിനുശേഷം അതൊന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് നമ്മുടെ ചെവിയിൽ വെക്കുമ്പോഴും നമുക്ക് അവിടെ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് കാരണം ആ ഒരു ട്യൂണിംഗ് ഫോർക്കിന് വൈബ്രേഷൻ സംഭവിച്ചത് കൊണ്ടാണ്. വൈബ്രേറ്റിംഗ് ട്യൂണിംഗ് ഫോർക്കാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിപ്പോ ഏതൊരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സ് എടുത്താലും ആ ഒരു ഒബ്ജക്റ്റിന് വൈബ്രേഷൻ സംഭവിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ട് ഉണ്ടാവും. ഓക്കെ, പിന്നെ അതിനോടനുബന്ധിച്ച് ചെറിയ ചെറിയ പാർട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ സപ്പോസ് നമ്മളുടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ഒരു വോക്കൽ കോഡിന് വൈബ്രേഷൻ സംഭവിച്ചിട്ടാണ്. പക്ഷെ ഇവിടെ മാത്രമാണ് വൈബ്രേഷൻ സംഭവിക്കുന്നതല്ല, നമ്മുടെ മൗത്ത്, നമ്മുടെ ടങ്, നമ്മുടെ പല്ല്, അതിനൊക്കെ ചെറിയ ചെറിയ രീതിയിൽ വൈബ്രേഷൻ സംഭവിച്ചിട്ടുണ്ടാവും. ഓക്കെ അല്ലേടാ? അപ്പൊ എന്താണ് വൈബ്രേഷൻ എന്നും കൂടി നമുക്കറിയണം. വൈബ്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? റാപ്പിഡ് ടു ആൻഡ് ഫ്രോ മോഷൻ ആണ്. ഇവിടെ റാപ്പിഡ് എന്ന ആ ഒരു ടേം നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കുക. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ടു ആൻഡ് ഫ്രോ മോഷൻ. ഇവിടെ ഒരാൾ ഊഞ്ഞാലാടുന്നത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതും ഒരു ടു ആൻഡ് ഫ്രോ മോഷനാണ്. കാരണം ഒരു ഫിക്സഡ് ആയിട്ടുള്ള പൊസിഷനിൽ നിന്നും 2 സൈഡിലേക്കുമുള്ള ഒരു മോഷനാണ് നമ്മുടെ ഊഞ്ഞാലാട്ടം. അല്ല, ഊഞ്ഞാൽ കയറി ഇരിക്കുന്നു, ബാക്കോട്ടേക്ക് പോകുന്നു, മുന്നോട്ടേക്ക് പോകുന്നു, 2 സൈഡിലേക്കുമുള്ള ഒരു മൂവ്മെന്റ് ഉണ്ട്. പക്ഷെ ഇത് നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് ട്യൂണിംഗ് ഫോർക്കിന്റെ കേസിലോ അതിന്റെ ആ ഒരു പ്രോങ്സിന് ഇതുപോലെ 2 സൈഡിലേക്ക് മൂവ്മെന്റ് ഉണ്ട്. പക്ഷെ അത് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. വളരെ ഫാസ്റ്റ് ആയിട്ട്, വളരെ റാപ്പിഡ് ആയിട്ടാണ് നടക്കുന്നത്. ഇങ്ങനെ വളരെ റാപ്പിഡ് ആയിട്ട് നടക്കുന്ന ടു ആൻഡ് ഫ്രോ മോഷനെയാണ് നമ്മൾ വൈബ്രേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേടാ? ഇനി നമ്മൾ നോക്കുന്നത് സൗണ്ട് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്കിപ്പോ എയറിന്റെ കേസിൽ തന്നെ നമുക്ക് പഠിക്കാം. ഇപ്പൊ സപ്പോസ് ഇവിടെ കുറച്ച് എയർ പാർട്ടിക്കിൾസ് മിസ് ചെയ്താണ്ട് ഇവിടെ സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് എയർ എന്ന് പറയുന്നത് ഗ്യാസസ് ആണ്. ഗ്യാസസ് ആയതുകൊണ്ട് തന്നെ അവർക്കിടയിലുള്ള ആ ഒരു ഇന്റർമോളിക്കുലർ സ്പേസ് എന്ന് പറയുന്നത് കുറച്ച് അധികമായിരിക്കും.
അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം. ഇനി ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഫസ്റ്റത്തെ ആ ഒരു സോഴ്സിൽ, ഇതാണ് നമ്മുടെ സൗണ്ടിന്റെ സോഴ്സ്, ആ സോഴ്സിന് ഇവിടെ വൈബ്രേഷൻ സംഭവിക്കുന്നുണ്ട്. അതിന്റെ വൈബ്രേഷന്റെ ഫലമായിട്ട് അതിന്റെ അടുത്ത് അല്ലെങ്കിൽ അതുമായിട്ട് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് നടക്കുന്ന പാർട്ടിക്കിൾസിനും ചെറിയ രീതിയിൽ ആ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ആ ഒരു വൈബ്രേഷൻ ഉണ്ടാവും. അങ്ങനെ അതിനൊരു ചെറിയ രീതിയിൽ വൈബ്രേഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് അത് എന്ത് ചെയ്യും, അത് അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് അല്ലെങ്കിൽ അത് അതിന്റെ മീൻ പൊസിഷനിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഡിസ്പ്ലേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്തിട്ട് അത് അതിന്റെ തൊട്ടടുത്ത പാർട്ടിക്കിൾസിന്റെ അടുത്തോട്ട് പോയിട്ട് ഒരു ചെറിയ ഫോഴ്സ് കൊടുക്കും. ആ ഒരു ഫോഴ്സിന്റെ ഫലമായിട്ട് ഈ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് അതിന്റെ മീൻ പൊസിഷനിൽ നിന്ന് അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ട് അതിന്റെ തൊട്ടടുത്ത പാർട്ടിക്കിളിന്റെ അടുത്തേക്ക് പോകും. ആ ഒരു സമയം ഏറ്റവും ആദ്യം ഫോഴ്സ് കൊടുത്ത ഈ ഒരു പാർട്ടിക്കിൾ എന്ത് ചെയ്യും, അതിന്റെ ഒറിജിനൽ പൊസിഷനിൽ വന്ന് നിൽക്കുകയും ചെയ്യും. ചുരുക്കി പറയുവാണെങ്കിൽ നമ്മൾ ഈ പ്രൊപ്പഗേഷൻ നടത്തുന്ന കേസ് അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ നടത്തുന്ന സമയം എന്ന് പറയുന്നത് ഈ പാർട്ടിക്കിൾസിന് ഇവിടെ ചെറിയ രീതിയിൽ ഒരു ചേഞ്ച് ആണ് ഇവിടെ സംഭവിക്കുന്നത്. പക്ഷെ ഇവിടെ ഓർത്തിരിക്കുക, ദർ ഇസ് നോ ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ്. അവിടെ മീൻ പൊസിഷനിൽ നിന്ന് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ചെറിയ രീതിയിൽ ഒന്ന് പൊങ്ങുന്നു, എന്നിട്ട് അങ്ങോട്ടേക്ക് തന്നെ വരുന്നു. ഓക്കെ, ദർ ഇസ് നോ ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ്, ഓൺലി ദ ഡിസ്റ്റർബൻസ് ആണ് ഇങ്ങനെ ഫോർവേഡ് ചെയ്ത് പോകുന്നത്. ഡിസ്റ്റർബൻസ് ആണ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത്. അല്ലാതെ പാർട്ടിക്കിള് അതിന് എക്സസ് ആയിട്ട് അല്ലെങ്കിൽ അതിന് എന്താണ് അവിടെ ഒരു ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നില്ല. ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് സെറ്റ് ദ പാർട്ടിക്കിൾ ഓഫ് ദി മീഡിയം അറൌണ്ട് ഇറ്റ് വൈബ്രേറ്റിംഗ്. ഡിസ്റ്റർബൻസ് ക്രിയേറ്റഡ് ബൈ ദ സോഴ്സ് ഓഫ് ദി സൗണ്ട് ട്രാവൽ ത്രൂ ദ മീഡിയം ബട്ട് നോട്ട് ദ പാർട്ടിക്കിൾ. കണ്ടോ, പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുന്നില്ല, ഡിസ്റ്റർബൻസ് ആണ് ട്രാവൽ ചെയ്യുന്നത്. ആൻഡ് ദ പാർട്ടിക്കിൾ ഓഫ് ദി മീഡിയം ഡു നോട്ട് മൂവ് ഫോർവേഡ് ദംസെൽഫ് ബട്ട് ദ ഡിസ്റ്റർബൻസ് is carried forward. പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ പോലും നമ്മൾ അതിനൊരു ചെറിയൊരു പൊസിഷൻ ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു. ആ പൊസിഷൻ ചേഞ്ചിന് കാരണം എന്താണ്, ആ ഒരു പാർട്ടിക്കിളിന് സംഭവിച്ച ഡിസ്റ്റർബൻസ് ആണ്. ആ ഡിസ്റ്റർബൻസ് ആണ് അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ അല്ലേടാ? യെസ്. പിന്നെ നമ്മൾ പറഞ്ഞത് നമ്മുടെ സൗണ്ട് എന്ന് പറയുന്നത് ഒരു വേവ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, സൗണ്ടിന്റെ കേസിൽ പാർട്ടിക്കിൾസിന് അവിടെ ജസ്റ്റ് ഒരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നതേ ഉള്ളൂ. ദർ ഇസ് നോ ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ്. ആ ഒരു ഡിസ്റ്റർബൻസ് ആണ് ഇവിടെ പാസ് ചെയ്ത് പോകുന്നത്. ഇതിനെയാണ് നമ്മൾ വേവ് ആയിട്ടും കൺസിഡർ ചെയ്യുന്നത്. നോർമലി നമ്മളൊരു വേവിന്റെ ഒരു ഡെഫിനിഷൻ പറയുവാണെങ്കിൽ, വേവ് ഈസ് എ ഡിസ്റ്റർബൻസ് ഇൻ ദി മീഡിയം ദാറ്റ് ക്യാരി എനർജി വിത്തൗട്ട് ദ നെറ്റ് മൂവ്മെന്റ് ഓഫ് ദി പാർട്ടിക്കിൾ. പാർട്ടിക്കിളിന് യഥാർത്ഥത്തിൽ അവിടെ എന്താണ് മൂവ്മെന്റ് ഇല്ലാതെ അത് ജസ്റ്റ് എനർജി മാത്രം ക്യാരി ചെയ്യുവാണെങ്കിൽ ആ ഒരു ഡിസ്റ്റർബൻസിനെയാണ് നമ്മൾ വേവ് എന്ന് പറയുന്നത്. ഇതേ സാധനമാണ് നമുക്ക് സൗണ്ടിലും കാണാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് സൗണ്ടിനെ നമ്മൾ വേവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നോർമലി രണ്ട് തരത്തിലുള്ള വേവ് ഉണ്ട്. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ വേവും ഒന്ന് ട്രാൻസ്വേഴ്സ് വേവും. ഈ ലോഞ്ചിറ്റ്യൂഡിനൽ വേവും ട്രാൻസ്വേഴ്സ് വേവും നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കണം. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയുന്നത് നമ്മുടെ സൗണ്ട് വേവിന് എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ സൗണ്ട് വേവ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. ഈ ഒരു വേവില് നമ്മുടെ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾ ഓഫ് ദി മീഡിയം എന്ന് പറയുന്നത് അതെങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ആണ്. അതായത് വേവിന്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണോ അതിന് പാരലൽ ആയിട്ടാണ് ആ ഒരു മീഡിയത്തിലെ പാർട്ടിക്കിളും മൂവ് ചെയ്യുന്നത്. ഇൻ കേസ് അത് ട്രാൻസ്വേഴ്സ് വേവ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും, അവിടെ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾ ഓഫ് ദി മീഡിയം എന്ന് പറയുന്നത് മൂവ് അബൌട്ട് ദർ മീൻ പൊസിഷൻ ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ. അതായത് സൗണ്ട് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്, ആ ഒരു പാർട്ടിക്കിളിൽ അല്ലെങ്കിൽ ആ ഒരു മീഡിയത്തിലെ പാർട്ടിക്കിളിന് വൈബ്രേഷൻ അല്ലെങ്കിൽ അതിന്റെ മൂവ്മെന്റ് സംഭവിക്കുന്നത്. അപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയുന്നത് പാരലൽ ആയിട്ടും ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെ ആ ഒരു രണ്ട് പോയിന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. ഈ രണ്ട് പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേടാ? ഓക്കെ, യെസ്, ക്ലിയർ. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ആ ഒരു എയർ പാർട്ടിക്കിൾസിന് സംഭവിക്കുന്ന കുറച്ച് മാറ്റങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെ ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുന്ന സമയത്ത് നമുക്കൊരു ട്യൂണിംഗ് ഫോർക്ക് വെച്ചിട്ട് ആ എയർ പാർട്ടിക്കിൾസിന് ആ ഒരു റീജിയനിൽ വരുന്ന മാറ്റങ്ങളൊന്നും നമുക്ക് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി നമ്മളൊരു ട്യൂണിംഗ് ഫോർക്ക് നമ്മൾ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ട്യൂണിംഗ് ഫോർക്ക് നമ്മൾ വൈബ്രേറ്റ് ചെയ്യിക്കുന്ന സമയത്ത് അത് ഫോർവേഡ് ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു ഹൈ പ്രഷർ റീജിയൻ അല്ലെങ്കിൽ ഹൈ ഡെൻസിറ്റി റീജിയൻ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക്
നമുക്ക് കാണാനായിട്ട് പറ്റും. ആ റീജിയനെ കാണിക്കാനായിട്ടാണ് മിസ് ഈ ഒരു കളർ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നേരെ തിരിഞ്ഞ് ആ നമ്മുടെ വൈബ്രേഷൻ അല്ലെങ്കിൽ ആ ഒരു ട്യൂണിംഗ് ഫോർക്കിന്റെ വൈബ്രേഷൻ ബാക്ക്വേർഡ് ഡയറക്ഷനിലാണെങ്കിൽ, കാരണം വൈബ്രേഷൻ എന്ന് പറയുന്നത് ഒരേ ഡയറക്ഷനിൽ മാത്രമല്ലല്ലോ, അത് രണ്ട് സൈഡിലേക്കും ഉണ്ടാവും. ഫോർവേഡ് ഡയറക്ഷനും ഉണ്ടാവും, ബാക്ക്വേർഡ് ഡയറക്ഷനും ഉണ്ടാവും. അതിപ്പോ ബാക്ക്വേർഡ് ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ അപ്പോൾ പറയും അതൊരു ലോ പ്രഷർ റീജിയൻ ആണ്, അല്ലെങ്കിൽ ലോ ഡെൻസിറ്റി റീജിയൻ ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കുക, ഈ ഒരു ഹൈ പ്രഷർ റീജിയൻ അല്ലെങ്കിൽ ഹൈ ഡെൻസിറ്റി റീജിയൻ എന്ന് പറയുന്നത് കംപ്രഷനും, ലോ പ്രഷർ റീജിയൻ അല്ലെങ്കിൽ ലോ ഡെൻസിറ്റി റീജിയൻ എന്ന് പറയുന്നത് റെയർഫാക്ഷനുമാണ് എന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഈ ഒരു ഫോർവേഡിൽ നടക്കുന്ന അല്ലെങ്കിൽ ഫോർവേഡ് ഡയറക്ഷനിൽ വൈബ്രേഷൻ സംഭവിക്കുമ്പോൾ എപ്പോഴും കംപ്രഷൻ റീജിയൻ, ബാക്ക്വേർഡ് ഡയറക്ഷനിൽ വൈബ്രേഷൻ സംഭവിക്കുമ്പോൾ എപ്പോഴും റെയർഫാക്ഷൻ റീജിയൻ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വൈബ്രേഷൻ സംഭവിക്കും. ഈ കംപ്രഷൻ റെയർഫാക്ഷൻ, കംപ്രഷൻ റെയർഫാക്ഷൻ, കംപ്രഷൻ റെയർഫാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പ്രോസസ്സ് നടക്കും. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നിട്ട് ഏറ്റവും അവസാനം നമ്മുടെ ചെവിയിൽ നമുക്ക് ആ ഒരു സൗണ്ട് കേൾക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും, ഇവിടെയും പാർട്ടിക്കിൾസിന്റെ ആ ഒരു മൂവ്മെന്റ്. ഇവിടെ ഇപ്പൊ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇതാ ഈ ഒരു ഡയറക്ഷനിലാണ്. പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ഡയറക്ഷനാണ് അല്ലെ. അതുപോലെ തന്നെ പാർട്ടിക്കിളിന്റെ ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതാ ഈ ഒരു ഡയറക്ഷൻ. അതും എന്താണ്, പാരലൽ ആയിട്ട് തന്നെയാണ്. പാർട്ടിക്കിൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ് എന്നും നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ അല്ലേടാ, ഓർത്തിരിക്കുക കേട്ടോ. യെസ്, ഡെൻസിറ്റി വേരിയേഷൻ, പ്രഷർ വേരിയേഷൻ, അതിന്റെ ഒക്കെ ബേസിൽ നമുക്ക് വേണമെങ്കിൽ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ഫസ്റ്റ് ഫിഗറിൽ നമുക്ക് ഡെൻസിറ്റി വേരിയേഷൻ റെപ്രസെന്റ് ചെയ്യാൻ പറയാം. പ്രഷർ വേരിയേഷൻ നമുക്ക് സെക്കൻഡ് ഫിഗറിൽ കാണാൻ പറ്റും. ഇത് രണ്ടിനെയും നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ എക്സ്പ്രസ് ചെയ്താണ് നിങ്ങൾക്ക് മൂന്നാമതായിട്ട് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ കൊടുത്തിരിക്കുന്നതാണ് ഹൈ ഡെൻസിറ്റി റീജിയൻ, അതേപോലെ ഈ കൊടുത്തിരിക്കുന്നതാണ് ഹൈ പ്രഷർ റീജിയൻ. അതിനെയാണ് ഈ ഒരു അപ്പർ പോർഷൻ കാണിക്കുന്നത്. കണ്ടോ, ഈ ഒരു അപ്പർ പോർഷൻ എന്ന് പറയുന്നത് എല്ലാം എന്താണ്, ഈ പറയുന്ന ഹൈ പ്രഷർ റീജിയൻ ആണ് അല്ലെങ്കിൽ ഹൈ ഡെൻസിറ്റി റീജിയൻ ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലെ അപ്പർ പോർഷൻ എന്ന് പറയുന്നത് ഏതായിരിക്കും, ഹൈ പ്രഷർ അല്ലെങ്കിൽ ഹൈ ഡെൻസിറ്റി റീജിയൻ അല്ലെങ്കിൽ കംപ്രഷൻ ആണ്. ഇനി അതേപോലെ തന്നെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് നോക്കി, ഇതാണ് ലോ ഡെൻസിറ്റി റീജിയൻ. യെസ്, ഇതാണ് ലോ പ്രഷർ റീജിയൻ. ഈ ലോ പ്രഷർ റീജിയൻ എന്ന് പറയുന്നത് എന്തായി മാറി, യെസ് അതിതാ ആ ഒരു ലോവർ റീജിയൻ ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ അപ്പർ പോർഷൻ അല്ലെങ്കിൽ നമ്മൾ ക്രസ്റ്റ് എന്ന് പറയും. ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് എപ്പോഴും കംപ്രഷൻ ആണെന്നും, ഇനി നേരെ മറിച്ച് അതിന്റെ ലോവർ പോർഷൻ, അതിനെ നമ്മൾ ട്രഫ് എന്ന് പറയും, അതെന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ റെയർഫാക്ഷൻ ആണ്. ആ ഒരു പോയിന്റും നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇത് രണ്ടും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സിൽ മെയിൻ ആയിട്ട് നമ്മൾ ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ്, സ്പീഡ് പറയുന്നുണ്ട്. ഈ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എന്റെ മക്കൾ എന്താലോചിക്കുക, നമ്പർ ഓഫ് വൈബ്രേഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര നമ്പർ ഓഫ് വൈബ്രേഷൻ ഉണ്ട് അല്ലെങ്കിൽ എത്ര ഓസിലേഷൻ ഉണ്ട്, ഇതാണ് നമ്മൾ ഫ്രീക്വൻസി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതിന്റെ മീൻ പൊസിഷനിൽ നിന്ന് രണ്ട് സൈഡിലേക്കുമുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ മാക്സിമം ഡിസ്റ്റൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം നമുക്കറിയാം, ഇതിപ്പം നമ്മുടെ മീൻ പൊസിഷൻ ആണെങ്കിൽ ഈ മീൻ പൊസിഷനിൽ നിന്ന് മുകളിലോട്ടും താഴോട്ടേക്കും മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും ഇല്ല ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ. ആ ഒരു മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് സ്പീഡ് അറിയണം. ഈ സ്പീഡ് അറിയുന്നതിന് നമുക്ക് വേറെ രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കണം. ഒന്ന് വേവ് ലെങ്ത്, ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ടൈം പീരീഡ്. ഈ രണ്ട് കാര്യങ്ങളും കൂടി നമുക്ക് സ്പീഡ് അറിയാനായിട്ട് നമ്മൾ പഠിക്കണം. വേവ് ലെങ്ത് എന്ന് പറയുന്നത് അടുത്തടുത്ത രണ്ട് ക്രസ്റ്റുകൾക്കിടയിലുള്ള ദൂരം അല്ലെങ്കിൽ അടുത്തടുത്ത രണ്ട് കംപ്രഷനുകൾക്കിടയിലുള്ള ദൂരം അല്ലെങ്കിൽ അടുത്തടുത്ത രണ്ട് ട്രഫ് അല്ലെങ്കിൽ അടുത്തടുത്ത രണ്ട് റെയർഫാക്ഷനുകൾക്കിടയിലുള്ള ദൂരം, അതാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ടൈം പീരീഡ് എന്ന് പറയുന്നത് എപ്പോഴും 1 ഫ്രീക്വൻസി ആണെന്ന് ആലോചിച്ചാൽ മതി. ഫ്രീക്വൻസിന്റെ വാല്യൂ കിട്ടിയാൽ അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് ടൈം പീരീഡ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കണം. സ്പീഡ് കണ്ടുപിടിക്കുന്നതിനൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. സ്പീഡ് എന്ന് പറയുന്നത് ലാംഡ ഡിവൈഡഡ് ബൈ ടൈം ആണ്. ടൈം പീരീഡ് വേവ് ലെങ്ത് ഡിവൈഡഡ് ബൈ ടൈം പീരീഡ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു മ്യൂ വരും. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വി ഈസ് ഈക്വൽ ടു മ്യൂ ലാംഡ എന്നതാണ് നമ്മുടെ സ്പീഡ് കാണുന്ന ഇക്വേഷൻ. ഓക്കെ, സ്പീഡ് കാണുന്ന ഇക്വേഷൻ ഓർത്തിരിക്കുക. ഈ ഒരു ഇക്വേഷൻ നമുക്ക് വേണം, കാരണം ന്യൂമറിക്കൽസ് വരുന്ന സമയത്ത് നമുക്കത് ചെയ്യണം. ഓക്കെ, യെസ്.
ഇനി നമ്മൾ നോക്കുന്നത് ഈ ഫ്രീക്വൻസി നമ്മൾ പഠിച്ചു, ആംപ്ലിറ്റ്യൂഡ് നമ്മൾ പഠിച്ചു. അതിന്റെ ബേസിലുള്ള രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഫ്രീക്വൻസിന്റെ ബേസിൽ നമ്മൾ പഠിക്കുന്നതാണ് പിച്ച്, ആംപ്ലിറ്റ്യൂഡിന്റെ ബേസിൽ നമ്മൾ പഠിക്കുന്നതാണ് ലൗഡ്നെസ്. അപ്പൊ ലൗഡ്നെസ് അല്ലെങ്കിൽ സോഫ്റ്റ്നെസ് ഓഫ് ദി സൗണ്ട് എന്ന് പറയുന്നത് ബേസിക്കലി ഡിറ്റർമൈൻ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡിന്റെ ബേസിലാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇതാ ഒരു സോഫ്റ്റ് സൗണ്ടും കാണാൻ പറ്റും, ലൗഡർ സൗണ്ടും കാണാൻ പറ്റും. ഇത് രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് ലൗഡർ സൗണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് കൂടുതലാണെന്നും സോഫ്റ്റ് സൗണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് കുറവാണെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിന്റെ അർത്ഥം എന്താണ്? ആംപ്ലിറ്റ്യൂഡ് കൂടുമ്പോൾ ആ ഒരു സൗണ്ട് ലൗഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ ലൗഡ്നെസ് കൂടുന്നു. ആംപ്ലിറ്റ്യൂഡ് കുറയുമ്പോൾ ലൗഡ്നെസ് കുറയുന്നു. ഇതേപോലെ തന്നെയാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? പിച്ചും നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നത്. പിച്ച് ഡിറ്റർമൈൻ ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്നതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കോ, ഇവിടെ ലോ പിച്ചും യെസ് അതുപോലെ തന്നെ ഹൈ പിച്ചും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ രണ്ട് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലും ആ ഒരു ഫ്രീക്വൻസിന്റെ വാല്യൂ വ്യത്യാസമായിരിക്കും. ഒന്നാമത്തേതില് നമുക്ക് എന്താണ്, ഒന്നാമത്തെ ഫിഗർ എന്ന് പറയുന്നത് അവിടെ ലോ ഫ്രീക്വൻസി ആയിട്ടും രണ്ടാമത്തെ ഫിഗർ എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി ആയിട്ടും പറയാൻ പറ്റും. കാരണം ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേവ് ആണ്. ഒന്നാമത്തെ ഫിഗറിൽ നമുക്ക് വേണമെങ്കിൽ ഇത് ഒരു വേവ് ആയിട്ട്, ഇത് രണ്ട് വേവ് ആയിട്ട് കൺസിഡർ ചെയ്യാം. രണ്ടാമത്തെ ഫിഗറിൽ ഇത് ഒരു വേവ്, രണ്ട് വേവ്, മൂന്ന് വേവ്, നാല് വേവ്, അഞ്ച് വേവ്, എന്താണെങ്കിലും ഒന്നാമത്തെ ഫിഗറിനേക്കാളും കൂടുതൽ വേവ് രണ്ടാമത്തെ ഫിഗറിലുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ ഫിഗറിലാണ് ഫ്രീക്വൻസി കൂടുതലുള്ളത്. അതുകൊണ്ട് ഫ്രീക്വൻസി കൂടുതലായതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഫിഗറാണ് ഹൈ പിച്ച്. ഓക്കെ, ഹൈ പിച്ച് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ? ഇതും നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി അടുത്തെന്ന് പറയുന്നത് ഒരേ ലൗഡ്നെസ്സും ഒരേ പിച്ചുമുള്ള രണ്ട് സൗണ്ടിനെ നമുക്ക് എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. അതായത് ഒരു നിങ്ങൾക്ക് ഇപ്പൊ പല സൗണ്ടുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഒരേ ലൗഡ്നെസ്സും ഒരേ പിച്ചുമുള്ള സൗണ്ടിനെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കുന്ന സൗണ്ടിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ടിംബർ എന്ന് പറയുന്നത്. ഇതിവിടെ നിങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരും കേട്ടോ. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നതാണ് ട്യൂണും അതുപോലെ തന്നെ നോട്ടും. കേട്ടോ, ട്യൂണും നോട്ടും. ഈ ട്യൂണും നോട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സിംഗിൾ ഫ്രീക്വൻസി ആണെങ്കിൽ അത് ട്യൂൺ ആയിരിക്കും, അതുപോലെ തന്നെ മിക്സർ ഓഫ് സെവറൽ ഫ്രീക്വൻസി ആണെങ്കിൽ നോട്ട് ആയിരിക്കും. ഇതെല്ലാം എന്താണ്, പ്ലസന്റ് ആണ്, നമുക്ക് കേൾക്കാൻ സുഖമുള്ളതാണ്. അല്ലാതെ നോയ്സ് പോലെ എന്താ പറയാ ഇറഗുലർ ആയിട്ടുള്ള വൈബ്രേഷനോ അല്ലെങ്കിൽ അൺപ്ലസന്റ് ആയിട്ടുള്ള സൗണ്ടോ അല്ല. നോയ്സ് എന്ന് പറയുന്നത് ഇറഗുലർ വൈബ്രേഷൻ മൂലമാണ് നോയ്സ് ഉണ്ടാവുന്നത്, അത് അൺപ്ലസന്റ് ആണ്. പക്ഷെ ഈ പറയുന്ന മ്യൂസിക് എന്ന് പറയുന്നത് പ്ലസന്റ് ആണ്. അതിൽ തന്നെ ഈ ട്യൂണും നോട്ടും നിങ്ങൾ ഓർത്തിരിക്കുക. ട്യൂൺ എന്ന് പറയുന്നത് സിംഗിൾ ഫ്രീക്വൻസി, നോട്ട് എന്ന് പറയുന്നത് എന്താണ്, മിക്സർ ഓഫ് സെവറൽ ഫ്രീക്വൻസി. ഓക്കെ അല്ലേ? പിന്നെ ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ഗൺ ഈസ് ഫയർഡ്, വി സീ ദ ലൈറ്റ് ഫസ്റ്റ് ആൻഡ് ദെൻ ഹിയർ ദ സൗണ്ട്. നമ്മൾ ഈ ഗണ്ണ് ഫയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം എന്താ കേൾക്കാൻ പറ്റുന്നത്, ആ ഒരു ലൈറ്റ് ആണ് നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്നത്, പിന്നെയാണ് നമുക്ക് സൗണ്ട് കേൾക്കാനായിട്ട് പറ്റുന്നത്. അതിന് കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ സൗണ്ടിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 344 മീറ്റർ പെർ സെക്കൻഡും ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡുമാണ്. ഇത് രണ്ടും കൂടി ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പറയാനായിട്ട് പറ്റൂടാ, ലൈറ്റിനാണ് വളരെ ഫാസ്റ്റിൽ ട്രാവൽ ചെയ്യാനുള്ള കഴിവുള്ളത്. അതുകൊണ്ട് ലൈറ്റ് ആണ് ഏറ്റവും ആദ്യം ഭൂമിയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ലൈറ്റിനാണ് ഏറ്റവും ഫാസ്റ്റിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. ലൈറ്റ് ആണ് ഏറ്റവും ആദ്യം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, പിന്നീടാണ് നമുക്ക് സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഈ ഇടിയും മിന്നലും ഉണ്ടാവത്തില്ല, ആദ്യം നമുക്ക് മിന്നലാണ്, ആദ്യം ലൈറ്റനിങ് ആണ് നമുക്ക് ആദ്യം എഫക്ട് ചെയ്യുന്നത്, പിന്നെയാണ് ആ ഒരു തണ്ടർ നമുക്ക് കേൾക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ ഉള്ളതാണ് മക്കളെ എക്കോ. എക്കോ പറയുന്നത് നമ്മുടെ സൗണ്ടിന്റെ റിഫ്ലക്ഷൻ മൂലമാണ്. ഈ സൗണ്ടിന്റെ റിഫ്ലക്ഷൻ മൂലം നമുക്ക് ഒറിജിനൽ സൗണ്ട് കേട്ടതിന് ശേഷം അല്പസമയത്തിന് ശേഷം ആ ഒരു സൗണ്ടിന്റെ റിപ്പീറ്റഡ് ഇത് നമുക്ക് വീണ്ടും കേൾക്കാൻ പറ്റിയാൽ നമ്മൾ അതിന് എക്കോ എന്ന് നമ്മൾ പറയും. ഈ എക്കോ സംഭവിക്കണമെങ്കിൽ രണ്ട് കണ്ടീഷൻ ആണ്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ സോഴ്സ്, ഇതാണ് നമ്മുടെ സോഴ്സ്, ഇതാണ് നമ്മുടെ ഒബ്സ്റ്റാക്കിൾ എന്ന് വിചാരിക്കാം. ഫസ്റ്റത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ സോഴ്സും ഈ ഒരു ഒബ്സ്റ്റാക്കിളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മിനിമം 17.2 മീറ്റർ ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ സൗണ്ടും പിന്നീട് വരുന്ന റിപ്പീറ്റ് ചെയ്ത് വരുന്ന സൗണ്ടും തമ്മിലുള്ള ആ ഒരു ടൈം ഇന്റർവെൽ എന്ന് പറയുന്നത് 0.1 സെക്കൻഡ് ആയിരിക്കണം. ഇതാണ് രണ്ട് കണ്ടീഷൻ. ഇൻ കേസ് ഈ ഒരു
നമുക്ക് ഈ ഒരു ഡിസ്റ്റിങ്ക്റ്റ് എക്കോ കേൾക്കുന്നതിന് പകരം ഈ റിപ്പീറ്റ് ചെയ്ത് സൗണ്ടിന്റെ റിഫ്ലക്ഷൻ വരുന്നത് വഴി നമുക്ക് ആ ഒരു സൗണ്ടിന്റെ പെർസിസ്റ്റൻസ് ആണ് കേൾക്കാൻ പറ്റുന്നതെങ്കിൽ, ആ ഒരു സൗണ്ടിന്റെ മുഴക്കമാണ് കേൾക്കാൻ പറ്റുന്നതെങ്കിൽ നമ്മൾ അതിനെ റിവർബറേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ റിവർബറേഷൻ ഓഫ് ദി സൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, പെർസിസ്റ്റൻസ് ഓഫ് സൗണ്ട് എന്ന് ആലോചിക്കുക, റിപ്പീറ്റഡ് റിഫ്ലക്ഷൻ എന്ന് മക്കൾ ആലോചിക്കുക. അപ്പൊ സൗണ്ട് കേട്ടതിന് ശേഷം നമുക്ക് അതിന്റെ ആ ഒരു മുഴക്കം നമ്മുടെ ചെവിയിൽ തങ്ങി നിൽക്കുവാണെങ്കിൽ അതാണ് റിവർബറേഷൻ. അപ്പൊ ഈ റിവർബറേഷൻ ഒക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഓഡിറ്റോറിയത്തിന്റെ ആ ഒരു റൂഫ്, അതുപോലെ തന്നെ വോള്, അതുപോലെ തന്നെ കാർപ്പറ്റ്, അതുപോലെ തന്നെ ഹെവി കർട്ടൻസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ ഈ കാർപ്പറ്റ്, റൂഫ്, വോളൊക്കെ ഈ സൗണ്ട് അബ്സോർബ്ഡ് മെറ്റീരിയൽ യൂസ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് റിവർബറേഷൻ കുറയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ ലാസ്റ്റ് സെക്ഷനിലേക്ക് വന്നപ്പോഴാണ് നമ്മുടെ ആ ഒരു ഓഡിബിൾ ഫ്രീക്വൻസി റേഞ്ച് നമ്മൾ മനസ്സിലാക്കിയത്. അതായത് ഹ്യൂമൻസിന് കേൾക്കാൻ പറ്റുന്ന ആ ഒരു സൗണ്ടിന്റെ ഫ്രീക്വൻസി റേഞ്ച് ഉണ്ട്. അതെത്രയാണ്? 20 ഹെഡ്സ് തൊട്ടിട്ട് 20 കിലോ ഹെഡ്സ് വരെയാണ്. അവർക്കിടയിലുള്ള സൗണ്ടാണ് ഓഡിബിൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായും 20 ഹെഡ്സിനേക്കാളും കുറഞ്ഞ ഫ്രീക്വൻസി ആണെങ്കിൽ ഇൻഫ്രാ സൗണ്ട് അല്ലെങ്കിൽ ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് നമ്മൾ പറയും. അതുപോലെ 20 കിലോ ഹെർട്സിനേക്കാളും കൂടിയ ഫ്രീക്വൻസി ആണെങ്കിൽ അൾട്രാ സൗണ്ട് അല്ലെങ്കിൽ അൾട്രാസോണിക് സൗണ്ട് എന്ന് പറയും. അപ്പൊ നമ്മുടെ എലിഫന്റ്, അതുപോലെ തന്നെ നമ്മുടെ ഡൈനോസർ, അതുപോലെ വെയില്, ഇവർക്കൊക്കെ നമ്മുടെ ഇൻഫ്രാ സൗണ്ട് ആണ് കേൾക്കാൻ പറ്റുന്നത്. അതേപോലെ ബാറ്റ്, റാറ്റ്, ക്യാറ്റ്, അതുപോലെ നമ്മുടെ ഡോൾഫിന്, ഇവർക്കൊക്കെ അൾട്രാ സൗണ്ട് ആണ് കേൾക്കാൻ പറ്റുന്നത്. ഈ അൾട്രാ സൗണ്ട് എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി സൗണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് പല 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 ഫങ്ഷൻസിന് ഇത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ മെഷീന്റെ പാർട്ട് ക്ലീൻ ചെയ്യാൻ, ഡിറ്റക്ട് ദ ക്രാക്സ് ഇൻ ദി മെറ്റൽ, ഇൻഡസ്ട്രീസ് ആൻഡ് മെഡിക്കൽ പർപ്പസ്. ഈ മെഡിക്കൽ പർപ്പസിൽ നമ്മുടെ ആ ഒരു ഗർഭസ്ഥ ശിശുവിന്റെ ഇമേജ്, ഇന്റേണൽ ഓർഗൻസിന്റെ ഇമേജ്, കിഡ്നി സ്റ്റോൺ ഒക്കെ വരുന്ന സമയത്ത് അതിൻ്റെയൊക്കെ എന്താ പറയാ, അതിൻ്റെയൊക്കെ റെമഡീസിനൊക്കെ ആയിട്ട് നമുക്ക് ഈ പറയുന്ന അൾട്രാസോണിക് സൗണ്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേടാ? യെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ വെൽ പ്ലാൻഡ് ആയിട്ട്, വെൽ ഡിഫൈൻഡ് ആയിട്ട് നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്താൽ മാത്രം മതി, അല്ലെ? ജസ്റ്റ് ഇതൊന്ന് റീകോൾ ചെയ്താൽ മാത്രം മതി. അപ്പൊ കുറഞ്ഞ സമയമേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക, നല്ല രീതിയിൽ പഠിക്കുക, സെറ്റ് ആക്കി വെക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.